എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഇറ്റാലിയൻ ക്ലാസ്സിലൂടെ ഇറ്റാലിയൻ A1 A2 അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സിമ്പിൾ ഇറ്റാലിയൻ വേർഡുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ വാക്കുകൾ ഉപയോഗിച്ച് ഇറ്റാലിയൻ ഭാഷ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ തന്നെ സംസാരിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് മുൻപ് ചെയ്തിരുന്ന ക്ലാസ്സുകളുടെ തന്നെ തുടർച്ചയായിട്ടാണ്. ഇനി പഴയ ക്ലാസ്സുകൾ ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകളുടെ തന്നെയായിട്ട്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇറ്റാലിയൻ ഭാഷയിൽ ഞാനെന്ന് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈയോ, ഈയോ. ഇനി നീ എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. തൂ. വീണ്ടും പറഞ്ഞു നോക്കാം. തൂ. അടുത്തത് അവൻ എന്ന് പറയുന്നത് ലൂയി, ലൂയി. അവൾ എന്ന് പറയുന്നത് ലേയ്. വീണ്ടും പറഞ്ഞു നോക്കാം. ലേയ്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം നിങ്ങളെന്ന് എങ്ങനെ പറയാമെന്ന്. വോയ്. വീണ്ടും പറഞ്ഞു നോക്കാം. വോയ്. ഇനി അവർ എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. ലോറോ. വീണ്ടും പറയാം. ലോറോ. ഇനി അടുത്ത് നോക്കാം ചിലത്. അൽക്കൂനി. വീണ്ടും പറഞ്ഞു നോക്കാം. അൽക്കൂനി. ഇനി നോക്കാം ഒന്നുമില്ല, ഇതെങ്ങനെ പറയാമെന്ന്. നീ എന്തേ. വീണ്ടും പറഞ്ഞു നോക്കാം. നീ എന്തേ. ഇനി അടുത്തത് വളരെ. ഇതിന് പറയുന്നത് മോൾത്തോ. വീണ്ടും പറയാം. മോൾത്തോ. ഇനി നോക്കാം കുറച്ച് എന്നെങ്ങനെ പറയാമെന്ന്. പോക്കി. വീണ്ടും പറഞ്ഞു നോക്കാം. പോക്കി. ഇനി അടുത്തത് ഇല്ലാതെ. അത് പറയുന്നത് സെൻസ. വീണ്ടും പറഞ്ഞു നോക്കാം. സെൻസ. ഇനി നോക്കാം കൂടെ. ഇതെങ്ങനെ പറയാമെന്ന്. കോൺ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കോൺ. ഇനി മുകളിൽ. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. സോപ്ര. വീണ്ടും പറഞ്ഞു നോക്കാം. സോപ്ര. ഇനി ഇടയിൽ എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. ത്ര. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ത്ര. ചിലപ്പോഴൊക്കെ. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. അവോൾത്തെ. വീണ്ടും പറഞ്ഞു നോക്കാം. അവോൾത്തെ. എപ്പോഴും. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. സെംബ്രെ. പറഞ്ഞു നോക്കാം. സെംബ്രെ. ഒരിക്കലും. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. മായി. വീണ്ടും പറഞ്ഞു നോക്കാം. മായി. ഇനി നോക്കാം ഇന്ന്. ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന് നോക്കാം. ഓജി. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഓജി. ഇനി നോക്കാം മാസം. ഇതിന് ഇറ്റാലിയൻ പറയുന്നത് മേസെ. വീണ്ടും പറഞ്ഞു നോക്കാം. മേസെ. ഇനി വർഷം. ഇതിന് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആന്നോ. വീണ്ടും പറഞ്ഞു നോക്കാം. ആന്നോ. ആഴ്ച. ഇതിങ്ങനെ ഇറ്റാലിയൻ പറയുമെന്ന് നോക്കാം. സെത്തിമാന. വീണ്ടും പറഞ്ഞു നോക്കാം. സെത്തിമാന. ദിവസം. ഇത് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ജോർണാത്ത. വീണ്ടും പറഞ്ഞു നോക്കാം. ജോർണാത്ത. ഇനി കമ്പ്യൂട്ടർ. ഇത് ഇറ്റാലിയൻ ഭാഷയിൽ എങ്ങനെ പറയുന്നത് നോക്കാം. കമ്പ്യൂട്ടർ. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. കമ്പ്യൂട്ടർ. ഇനി ഫോൺ. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. ടെലിഫോണോ. വീണ്ടും പറഞ്ഞു നോക്കാം. ടെലിഫോണോ. നോട്ട്ബുക്ക്. ഇത് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. കോദേർണോ. വീണ്ടും പറഞ്ഞു നോക്കാം. കോദേർണോ. ഇനി പെൻസിൽ. ഇതിനെങ്ങനെ പറയാമെന്ന് നോക്കാം. മത്തീത്ത. വീണ്ടും പറഞ്ഞു നോക്കാം. മത്തീത്ത. നമ്മൾ ഇതുപോലെ എടുക്കുന്ന പെന്നിന് പറയുന്നത് പെന്ന. ഒന്നുകൂടെ ഉച്ചരിച്ച് നോക്കാം. പെന്ന. ഇനി ഇതുപോലെ പുസ്തകങ്ങൾ. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഇറ്റാലിയനില് ലീബ്രി. ഒന്നും കൂടെ ഉച്ചരിച്ച് നോക്കാം. ലീബ്രി. അടുത്ത് നോക്കുന്നത് കാറ്. ഇതിനെങ്ങനെ പറയാമെന്ന് നോക്കാം. ഇറ്റാലിയൻ ഭാഷയിൽ മാക്കിന. ഒന്നും കൂടെ ഉച്ചരിക്കാം. മാക്കിന. ഇനി സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ബിച്ചിക്ലേത്ത. ഒന്നും കൂടെ ഉച്ചരിച്ച് നോക്കാം. ബിച്ചിക്ലേത്ത. ഇനി ട്രെയിനിന് പറയുന്നത് എങ്ങനെയാന്ന് നോക്കാം. ത്രേനോ. ഒന്നുകൂടെ ഉച്ചരിച്ച് നോക്കാം. ത്രേനോ. ഇനി പ്ലെയിനിന് പറയുന്നത് ആയറിയോ. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ആയറിയോ. ഇനി ബസ്സിന് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഔത്തോബൂസ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഔത്തോബൂസ്. ഇനി മോട്ടോർ സൈക്കിളിന് പറയുന്നത് മോത്തോ. ഒന്നുകൂടെ ഉച്ചരിച്ച് നോക്കാം. മോത്തോ.
ഇനി സ്റ്റോപ്പ് ഇതെങ്ങനെ പറയുമെന്ന് നോക്കാം. ഫെർമാത്ത. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഫെർമാത്ത. ഇത് നമുക്ക് നോക്കാം. മെട്രോ ഇതെങ്ങനെ പറയാമെന്ന്. മെത്രോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മെത്രോ. എളുപ്പം ഈ വാക്ക് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഫാച്ചിലെ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഫാച്ചിലെ. അപ്പൊ ഇത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പ്രയാസം എന്നുള്ള വാക്കും കൂടി ഒന്ന് നോക്കാം. ഡിഫീച്ചിലെ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡിഫീച്ചിലെ. ഇനി നോക്കാം ഭക്ഷണം ഇതെങ്ങനെ പറയാമെന്ന്. ചീബോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ചീബോ. ഐസ്ക്രീം ഇതെങ്ങനെ ഇറ്റാലിയൻ ഭാഷയിൽ പറയാമെന്ന് നോക്കാം. ജലാത്തോ. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ജലാത്തോ. ഈ ഒരു ഇറ്റാലിയൻ ഭാഷ എന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും. ഇനി നമുക്ക് വീണ്ടും വാക്കുകളിലേക്ക് വരാം. ഇറ്റാലിയനിൽ റൈസ് ഡിഷിന് എങ്ങനെ പറയുന്നു നോക്കാം. റിസോത്തോ. ഒന്നുകൂടെ ഉച്ചരിച്ച് നോക്കാം. റിസോത്തോ. ഇനി നമുക്ക് നോക്കാം ഒരു സാധാരണ കേക്ക് ഇതിനെങ്ങനെ പറയാമെന്ന്. തോർത്ത. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. തോർത്ത. ഇനി നോക്കാം ചീസിന് എങ്ങനെ പറയുന്നു. ഫോർമാജോ. വീണ്ടും പറഞ്ഞു നോക്കാം. ഫോർമാജോ. ഇനി നമുക്ക് നോക്കാം സാൻഡ്വിച്ച് ഇതെങ്ങനെ ഇറ്റാലിയൻ ഭാഷയിൽ പറയാമെന്ന്. പനീനോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പനീനോ. ഇനി ഒരു ഓംലേറ്റ് ഇതിനെ ഇങ്ങനെ ഇറ്റാലിയൻ പറയുന്ന നോക്കാം. ഫ്രിത്താത്ത. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഫ്രിത്താത്ത. ബട്ടർ ഇതിന് ഇറ്റാലിയൻ എങ്ങനെ പറയുന്ന നോക്കാം. ബൂറോ. വീണ്ടും പറഞ്ഞു നോക്കാം. ബൂറോ. ഇനി ഇതുപോലെ തന്നെ ഓയിലിന് എങ്ങനെ പറയുന്നത് നോക്കാം. ഓല്യോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓല്യോ. ഇനി നമുക്ക് നോക്കാം ഇറ്റാലിയൻ ഭാഷയിൽ ബ്രേക്ക്ഫാസ്റ്റിന് എങ്ങനെ പറയാമെന്ന്. കൊളച്ചിയോണെ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കൊളച്ചിയോണെ. ഇനി നമ്മുടെ ഊണിന് ലഞ്ചിന് എങ്ങനെ പറയാമെന്ന് നോക്കാം. പ്രാൻസോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പ്രാൻസോ. ഇനി ഡിന്നറിന് അതെങ്ങനെ പറയാമെന്ന് നോക്കാം. ചേന. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ചേന. ഇനി അടുത്തത് മോർണിംഗ് ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. മത്തീന. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മത്തീന. ഇനി ആഫ്റ്റർനൂൺ എങ്ങനെ പറയാമെന്ന് നോക്കാം. പൊമരീജോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പൊമരീജോ. വൈകുന്നേരം ഇതിനെങ്ങനെ പറയാമെന്ന് നോക്കാം. സേര. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സേര. ഇനി രാത്രി നോത്തെ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നോത്തെ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇതുവരെ കേട്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് ഇതുപോലെയുള്ള ഇറ്റാലിയൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ അരുവതേർച്ചി.